ഹൈക്കോടതിയിൽ നടന്ന കാര്യം ശ്രദ്ധിച്ചാണ്. അവിടെ കേന്ദ്ര സർക്കാർ ഇപ്പോഴും പറഞ്ഞ കാര്യത്തിൽ അന്തിമ തീരുമാനം എടുത്തിട്ടില്ല എന്നാണ്. പക്ഷേ അല്ല, അതിൽ ആ കത്ത് വായിച്ചാൽ കൃത്യമായി എല്ലാവർക്കും മനസ്സിലാകും. അല്ല, അത് കോടതി കത്ത് കൊടുത്തല്ലേ ഉള്ളൂ. അതവർ പൂർണ്ണമായി വായിച്ചു വരട്ടെ. വായിച്ചു ഞാൻ ഒറ്റ ഉദാഹരണം അതിൻ്റെ ആ കത്തിൽ തന്നെ പറയാം. കത്ത് കൃത്യമായി വായിച്ചു നോക്കിയാൽ നമുക്കത് അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാവുന്നതാണ്. ഞാനത് പറയാം. ആ കത്തിൽ പറഞ്ഞിരിക്കുന്ന ഫർദർ ആസ് യു മേ ഓൾസോ ബി അവെയർ ദാറ്റ് ഇൻ വ്യൂ ഓഫ് ദി ഇൻസിഡൻറ്റ് of landslides and flash floods, and IMCT, that is Interministerial Committee, was constituted on 2nd August 2024 to assess the losses of immediate nature without receipt of any formal memorandum from the state government. The IMCT visited the affected areas of the state from 8th to 10th August 2024. Based on the report received from the team, action is taken by the central government as per the established procedure. ഇതാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഈ ആക്ഷൻ എടുക്കുമെന്ന് പറയുന്നത് ആസ് പെർ എസ്റ്റാബ്ലിഷ്ഡ് പ്രൊസീജിയറാണ്. ഇതാണ് ആ പർട്ടിക്കുലർ സെൻറ്റൻസ്. അത് കോടതി കൂടുതൽ സമയമെടുത്തത് വായിക്കുമ്പോൾ കോടതി കാര്യങ്ങൾ മനസ്സിലാകും. ഉണ്ടാകണമല്ലോ. ഇതിപ്പോൾ നമ്മൾ ഔദാര്യമല്ല, നമുക്ക് ലഭിക്കേണ്ട മാന്യമായ അവകാശമാണ്. ഇപ്പം തന്നെ ഈ കത്തിൽ പറയുന്ന പല കാര്യങ്ങളും നമുക്ക് അത്ഭുതം തോന്നുവാണ്. കാരണം കേന്ദ്ര ഗവൺമെൻറ് സേന അയച്ചു, കേന്ദ്ര ഗവൺമെൻറ് 14 കോളം ഇതൊക്കെ സാധാരണ നടക്കുന്നതല്ലേ, പുതിയൊരു കാര്യമല്ലല്ലോ. മാത്രമല്ല എൻ്റെ ചില സുഹൃത്തുക്കളുടെ വല്ല വേദന തോന്നുന്നുണ്ട്. കാരണം സ്റ്റേറ്റ് ദുരന്തത്തിലേക്ക് കിട്ടിയ ഈ 388 കോടി രൂപ, അതിൽ 80% കേന്ദ്രമാണ്, 20% സംസ്ഥാനത്തിൻ്റെതാണ്. അതാണോ വയനാടിന് ഉപയോഗിക്കേണ്ടത്? അല്ലല്ലോ. അതിൻ്റെ ടേംസും നോംസും വെച്ച് പറ്റുമോ? ഇത് പൊതുവേ കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ്, എല്ലാ സംസ്ഥാനങ്ങൾക്കും കിട്ടിക്കൊണ്ടിരിക്കുന്ന. ഞാൻ കൈകാര്യം ചെയ്ത വകുപ്പ് നന്നായിട്ടറിയാം. 3 വർഷക്കാലം ഒരു സംസ്ഥാനത്ത് നടന്ന ദുരന്തത്തിൻ്റെ ആവറേജാണത്. അതിപ്പോൾ വയനാട് ദുരന്തം ഇല്ലെങ്കിൽ ഇത് വരും. അപ്പോൾ അത് എല്ലാവരും മനസ്സിലാക്കി നമുക്കിതിനകത്ത് നിന്ന് രാഷ്ട്രീയം മാറ്റി ഈ പാവപ്പെട്ട ആളുകളുടെ വേദനയിൽ പങ്കുചേരാൻ കഴിയണം. അതിനുള്ള മനസ്സെല്ലാവർക്കും. അല്ല, അദ്ദേഹം പറയട്ടെ ഈ ഫണ്ടിൽ നിന്ന് എടുക്കാൻ പറ്റുമോ പറയട്ടെ, കോടതി പറയട്ടെ. അത് മാത്രമല്ല, ഈ ഫണ്ട് എന്തിനാണ് വന്നേക്കുന്നത്? കേരളത്തിലുണ്ടാകുന്ന ദുരന്തങ്ങൾക്ക് വേണ്ടിയാണ്. നാളെ ചെല്ലാനത്തോ എവിടെയും കടൽക്ഷോഭം ഉണ്ടായി അത് ഫണ്ട് കൊടുക്കുക വലിയ ബൃഹത്തായൊരു ബാധ്യതയല്ലേ വയനാട്ടിലുള്ളത്. അതിൻ്റെയാണല്ലോ നമ്മുടെ മെമ്മോറാണ്ടം കൊടുത്തിരിക്കുന്നത്. പിന്നെ കേന്ദ്ര ഗവൺമെൻറ് ചോദിച്ചിരിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും നമ്മൾ വിശദമായ മറുപടി കൊടുത്തിട്ടുണ്ട്. അതിന് പരാതി കത്തിലുമില്ല. സംസ്ഥാന ഗവൺമെൻറ് ചെയ്യേണ്ട കാര്യങ്ങൾ വളരെ കൃത്യമായി ചെയ്തിട്ടുണ്ട്. അതുതന്നെയാണ് ഈ കത്തിൽ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പരാതി ഇല്ലല്ലോ. ഞങ്ങൾ ആദ്യം മുതലേ നോംസ് നോക്കിയാണ് ചെയ്തിട്ടുള്ളത്. കാരണം ഇത് സംഭവം നടന്നപ്പോൾ കത്ത് കൊടുത്തു, അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് നോംസ് അയച്ചു. ഇതാണ് നോംസ്. അതനുസരിച്ചുള്ള പ്രൊസീജിയറാണ് ചീഫ് സെക്രട്ടറി ചെയർമാനായ കമ്മിറ്റി ചെയ്തിട്ടുള്ളത്. അടുത്ത സ്റ്റെപ്പ് നമുക്കിത് കിട്ടിയല്ലേ പറ്റുള്ളൂ. അതിപ്പോൾ മുഖ്യമന്ത്രിയാണല്ലോ തീരുമാനിക്കണം അതിൻ്റെ സ്റ്റെപ്പിനെ കുറിച്ച്. പക്ഷേ ഇത് തന്നേ തീരൂ. ഇതൊന്ന് ഒഴിഞ്ഞു മാറാൻ ഗവൺമെൻറ്റിന് കഴിയില്ല. നിയമപരമായ കാര്യങ്ങളുണ്ട്, ഒരു ഫെഡറൽ സിസ്റ്റത്തിൻ്റെ സമീപനമുണ്ട്. അതിന്ന് എങ്ങനെ ഒഴിഞ്ഞു മാറാൻ പറ്റും? മറ്റു ചെറിയ കാര്യങ്ങൾ, തീർക്കപ്പെടാവുന്ന കാര്യങ്ങൾക്ക് കേന്ദ്രമന്ത്രിമാർ ഒഴുകിയെത്തുക. ഞാൻ കാര്യങ്ങളൊന്നും പറയുന്നു, തീർക്കപ്പെടുത്താതല്ല. ഈ കാര്യത്തിൽ എന്തുകൊണ്ടാണ് താല്പര്യം എടുക്കാത്തത്? ഇതെല്ലാം വളരെ വിശദമായി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ റിസർവ് ബാങ്ക് ഞങ്ങളതുപോലെ ചെയ്തിരിക്കുന്നത് പ്രധാനമന്ത്രിക്കാണ് കൊടുത്തിരിക്കുന്നത്. മുഖ്യമന്ത്രി കൊടുത്തിരുന്ന എല്ലാ കത്തുകളും പ്രധാനമന്ത്രിക്കാണ്. അതാണ് ഞങ്ങൾ ഫോളോ അപ്പ് ചെയ്തിട്ടുള്ളത്. പ്രധാനമന്ത്രി വയനാട് വന്നതാണ്, അദ്ദേഹം നേരിട്ട് കണ്ടതാണ്, കേന്ദ്ര ടീം വന്നതാണ്.
അവരുടെ അസസ്മെൻ്റ് അവിടെ എത്തിയിട്ടുണ്ട്. മാസങ്ങൾ 4 കഴിഞ്ഞില്ലേ, അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണ്ടേ? കേരളം എങ്ങനെ അത് കൈകാര്യം ചെയ്യുന്നുള്ള മുഖ്യമന്ത്രി പറയും. പക്ഷേ ഇതൊരു ഒരു ദേശീയ ദുരന്തമാണ് അല്ല എന്ന് പറയാൻ പറ്റുമോ? പല ആർഗ്യുമെൻറ്റ്സ് ഞാൻ കേട്ടു. ദേശീയ ദുരന്തമാണെങ്കിൽ ഒരു സംസ്ഥാനത്തിൻ്റെ 1/3 ആളുകൾ അതാണോ? അങ്ങനെയാണോ? പിന്നെ കോൺഗ്രസിൻ്റെ കാലത്ത് ചില നടപടികൾ എടുത്തിട്ടുണ്ട്, അതിൻ്റെ പാളിച്ച പറ്റിയിട്ടുണ്ടെങ്കിൽ തിരുത്തേണ്ട ഇവരല്ലേ? ഏതെങ്കിലും ഒരു ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഒരു പാളിച്ച പറ്റിയിട്ടുണ്ടെങ്കിൽ തന്നെ തിരുത്തപ്പെടേണ്ടതല്ലേ? അല്ലെങ്കിൽ ആ പാളിച്ച തന്നെ തുടരണമെന്നുണ്ടോ? പറഞ്ഞു അത് അവരുടെ സ്വാധീനമല്ലേ. ഇത് വളരെ ഇഷ്ടമുള്ള ഒരാളാണ്. എനിക്ക് അദ്ദേഹത്തോട് വ്യക്തിപരമായ അഭിപ്രായം ചോദിച്ചു. അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യം എന്ത് വേണം എന്ന് ചോദിക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യം. പക്ഷേ എൻ്റെ ഒരു സുഹൃത്ത് ഞാനിപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ചത്, അപ്പോൾ എന്നോട് പറയും സന്ദീപ് വാര്യർ ശനിദേശം തുടങ്ങുന്നു എന്നാണ് ഒരാൾ എന്നോട് പറഞ്ഞത്. എൻ്റെ അഭിപ്രായമല്ല, അങ്ങനെ ഒരാൾ എന്നോട് പറഞ്ഞത്. കാര്യം അദ്ദേഹത്തിന് ശനിദേശം തുടങ്ങും.